ഇവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കഥയുടെ പേര് സന്തോഷത്തിന്റെ താക്കോൽ. ഒരിടത്ത് ഒരു കോടീശ്വരൻ ഉണ്ടായിരുന്നു. അയാളുടെ മാളികയുടെ മുമ്പിൽ ഒരു കുടിൽ കെട്ടി ഒരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. അവൻ വളരെ സന്തോഷവാനായിരുന്നു. എപ്പോഴും പാട്ടും പാടിയാണ് കഴിഞ്ഞിരുന്നത്. അത് കോടീശ്വരൻ ശ്രദ്ധിച്ചിരുന്നു. എത്ര ധനമുണ്ടായിട്ടും അവനൊന്ന് സന്തോഷിക്കാനോ മനസ്സ് തുറന്ന് പാടാനോ പറ്റിയിരുന്നില്ല. പാവപ്പെട്ട ചെരുപ്പ് കുത്തി ജീവിതം ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ കോടീശ്വരൻ വളരെയധികം അസൂയ തോന്നി. എങ്ങനെങ്കിലും ചെരുപ്പ് കുത്തിയുടെ പാട്ട് പാടൽ നിർത്തണമെന്ന് കോടീശ്വരൻ തീരുമാനിച്ചു. ഉടൻ തന്നെ അവൻ അതിനൊരു വഴി കണ്ടെത്തി. ഒരു നാൾ കോടീശ്വരൻ ചെരുപ്പ് കുത്തിയെ സമീപിച്ചു. നിനക്ക് ഈ ജോലി ചെയ്താൽ ഒരു ദിവസം എത്ര രൂപയാണ് കാണിക്കുന്നത്? ചെരുപ്പ് കുത്തി പറഞ്ഞു. ഒരു 10-20 രൂപയെങ്കിലും കിട്ടും. അപ്പോൾ കോടീശ്വരൻ ചോദിച്ചു, ഇത്രയും കുറഞ്ഞ വരുമാനം കൊണ്ട് എങ്ങനെയാ ജീവിക്കുന്നത്? അത് വളരെ പ്രയാസമല്ലേ? ചെരുപ്പ് കുത്തി പറഞ്ഞു, എനിക്കെന്ത് കിട്ടുന്നോ ഞാൻ വളരെ സന്തോഷവാനാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കുറവ് വരുന്നില്ല. ചെരുപ്പ് കുത്തി തന്റെ സന്തോഷത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി. കോടീശ്വരൻ പറഞ്ഞു, ഞാൻ നിനക്ക് 10,000 രൂപയുടെ ഒരു കിഴി തരാം. നീ കുറച്ചും കൂടി സന്തോഷിച്ചോളൂ എന്നും പറഞ്ഞിട്ട് കോടീശ്വരൻ ചെരുപ്പ് കുത്തിക്ക് വലിയൊരു കിളി. ചെരുപ്പ് കുത്തി പറഞ്ഞു, അയ്യോ എനിക്കിത് വേണ്ട, എനിക്കിത് തിരിച്ചു നൽകാനുള്ള ശേഷിയില്ല. കോടീശ്വരൻ പറഞ്ഞു, ഞാനൊരു കോടീശ്വരനാണെന്ന് നിനക്കറിയില്ലേ? എനിക്ക് ഈ പണം തിരികെ വേണ്ട. നീ കുറച്ചും കൂടി സന്തോഷത്തിൽ ജീവിച്ചോളൂ എന്നും പറഞ്ഞിട്ട് കോടീശ്വരൻ അവിടെ നിന്നും തിരിച്ചു മാളിലേക്ക് പോയി. പാവപ്പെട്ട ചെരുപ്പ് കുത്തി ആ പണം കയ്യിലെടുത്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ആയപ്പോൾ രാവും പകലും ഒരേപോലെയായി. ഉറക്കം നഷ്ടപ്പെട്ടു. ക്രമേണ പാട്ടും മറന്നു. പെട്ടെന്ന് തന്നെ കോടീശ്വരൻ ചെരുപ്പ് കുത്തി ആ ഗ്രാമത്തിലെ വലിയ ദുഃഖിതനിൽ ഒരാളായി മാറി. എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായോ? ഇതിൻ്റെ ഗുണപാഠമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമസ്കാരം.